സുപ്രീം കോടതി കൊളീജിയം ചേർന്നു. കെ.എം. ജോസഫിന്റെ നിയമന ശുപാർശ കേന്ദ്രത്തിന് മടക്കി അയക്കുന്ന കാര്യം ചർച്ച ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ഹരീഷ് ചേരുന്നു. ഹരീഷ്, വിശദാംശങ്ങൾ. രേഷ്മ, ഏറെ വിവാദങ്ങൾ കൂടി ഏറെ കേന്ദ്ര സർക്കാരുമായി ഭിന്നത നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കൊളീജിയം രണ്ടാമത് യോഗം ചേർന്നിരിക്കുന്നത്. കൊളീജിയം ഉടനെ തന്നെ യോഗം ചേരണമെന്ന് ആവശ്യപ്പെട്ട് ഇന്നലെ ജസ്റ്റിസ് ജെ ചെലമേശ്വർ കത്തയച്ചിരുന്നു. അതിന് പുറമെ ജസ്റ്റിസുമാരായ രഞ്ജൻ ഗൊഗോയ്, മദൻ പി ലോകൂർ, കുര്യൻ ജോസഫ് എന്നിവർ ഒരു അനൗദ്യോഗിക യോഗം ചേർന്നതിന് ശേഷം തന്നെ ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ദീപക് മിശ്രയെ ഉടനെ തന്നെ കൊളീജിയം വിളിക്കണമെന്നും അതുപോലെ തന്നെ കെ.എം. ജോസഫ്, ഉത്തരാഖണ്ഡ് ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കെ.എം. ജോസഫിന്റെ പേര് രണ്ടാമത് ശുപാർശ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ ജസ്റ്റിസിനെ നേരിട്ട് കണ്ടിരുന്നു. അപ്പൊ ഇതിനെതിരെ തീരുമാനിക്കുകയായിരുന്നു ഇന്ന് കൊളീജിയം തരുന്നത്. കൊളീജിയം യോഗം ഉച്ചയോടുകൂടി കൊളീജിയം യോഗം ചേർന്നു. എന്നാൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു റിപ്പോർട്ടിനും പുറത്തു യോഗം ചേർന്ന വാർത്ത മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. അത് ഔദ്യോഗികമായി കൊളീജിയം എടുത്ത തീരുമാനങ്ങളെല്ലാം തന്നെ സുപ്രീം കോടതി തന്നെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കാറ്. എന്നാൽ കൊളീജിയത്തെ എന്താണ് തീരുമാനമെടുത്തുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചിട്ടില്ല. നിലവിൽ യോഗം ചേർന്നു എന്നുള്ള വാർത്തകൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. സുപ്രീം കോടതിയിലെ കൊളീജിയത്തിലുള്ള മദൻ പി ലോകൂറും, രഞ്ജൻ ഗൊഗോയ്, അതുപോലെ ജസ്റ്റിസ് ജെ ചെലമേശ്വർ, കുര്യൻ ജോസഫ്, അതുപോലെ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര, ഇങ്ങനെ 5 പേരിൽ ഭിന്നാഭിപ്രായമില്ല. കാരണം ഉത്തരാഖണ്ഡ് ചീഫ് ജസ്റ്റിസ് കെ.എം. ജോസഫിനെ വീണ്ടും ശുപാർശ ചെയ്യാമെന്നൊരു തീരുമാനം തന്നെയാണ് ഇവരുടെ ഇടയിലുള്ളത്. അതായത് ഭിന്നതയില്ല എന്നതിനുള്ള വാർത്തകളാണ്, സൂചനകളാണ് നമുക്ക് ലഭിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ കെ.എം. ജോസഫിന്റെ പേര് ചെയ്തിരിക്കാനാണ് ശ്രദ്ധ. എന്നാൽ അതിന്റെ ഔദ്യോഗികമായ പുറത്തു വന്നിട്ടില്ല. നിലവിൽ ഏതാനും മണിക്കൂറുകൾ കൂടി തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. രേഷ്മ. ശരി ഹരീഷ്. സുപ്രീം കോടതി കൊളീജിയം ചേർന്നു. കെ.എം. ജോസഫിന്റെ നിയമന ശുപാർശ കേന്ദ്രത്തിന് മടക്കി അയക്കുന്ന കാര്യം ചർച്ച ചെയ്തു. വിവരങ്ങളാണ് ഹരീഷ് നൽകിയത്. കർണാടകയിൽ നാളെ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം ഇന്നലെ അവസാനിച്ചതോടെ നിശബ്ദ പ്രചരണത്തിലാണ് പാർട്ടികൾ. 224 സീറ്റുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 5 കോടിയോളം വോട്ടർമാരാണ് ഉള്ളത്. വിവിപാറ്റ് സംവിധാനം ഉപയോഗിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മെയ് 15-ന് നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള തെരഞ്ഞെടുപ്പായതിനാൽ ദേശീയ രാഷ്ട്രീയം ഏറെ ശ്രദ്ധയോടെയാണ് കർണാടക തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. ഭരണം നിലനിർത്താൻ കോൺഗ്രസും ഭരണം പിടിക്കാൻ ബി.ജെ.പിയും ജെ.ഡി.എസും പരിശ്രമിക്കുന്ന തെരഞ്ഞെടുപ്പിന് 3 മുന്നണികളും വലിയ പ്രചരണമാണ് സംഘടിപ്പിച്ചത്. ശ്രീരാമുലു നടത്തിയ കൈക്കൂലി ഇടപാടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ശ്രീരാമുലുവിന്റെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കണമെന്നും ഈ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കണമെന്നുമാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം തെളിവുകൾ പരിശോധിച്ചതിനു ശേഷം പ്രതികരിക്കാമെന്ന് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചു. മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലിന്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. മോത്തിൻലാൽ വോറ, മുകുൾ വാസ്നിക്, രൺദീപ് സുർജേവാല തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. പ്രധാനമായും 4 ആവശ്യങ്ങളാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ശ്രീരാമുലുവിന്റെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കണമെന്നും FIR രജിസ്റ്റർ ചെയ്ത് കേസ് എടുക്കണമെന്നും കപിൽ സിബൽ ആവശ്യപ്പെട്ടു. We said that on the basis of this video, a FIR should be registered against all those who are participating in these corrupt deals with the judiciary. He should be disqualified from contesting the election. ബിജെപിയുടെ നേതൃത്വത്തിലുള്ള 2 സ്വകാര്യ ചാനലുകൾ വഴിയും സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും പ്രചരിക്കുന്ന മതവിദ്വേഷ വാർത്തകൾക്കെതിരെ നടപടിയെടുക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. That such kind of promos and campaigns in the form of advertisement should not be allowed to be circulated on a channel which is controlled by the BJP. And also on the social media, what is being shown is the Congress flag along with the Pakistani flag. This itself is the worst form of communal campaigning that can happen in this country while the election process is on, and we've requested the Election Commission to ensure that this must be stopped immediately. എന്നാൽ തെളിവുകൾ പരിശോധനയ്ക്ക് ശേഷം പ്രതികരിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയാണ് ബി.ജെ.പി നേതാവും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ എതിർ സ്ഥാനാർത്ഥിയുമായ ശ്രീരാമുലുവിന്റെ കൈക്കൂലി ഇടപാട് സംബന്ധിച്ച ഒരു ക്യാമറ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. ഗനി കുംഭകോണത്തിൽ ആരോപണ വിധേയരായ റെഡ്ഡി സഹോദരന്മാർക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിക്കാൻ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ അടുത്ത ബന്ധുവിന് 160 കോടി രൂപ വാഗ്ദാനം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഒരു കന്നഡ ചാനൽ പുറത്തുവിട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കർണാടക തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ വ്യാപക ആക്ഷേപം. പിടികൂടിയ 10,000-ഓളം ID കാർഡ് വ്യാജമല്ലെന്ന് പറഞ്ഞ കമ്മീഷൻ ഇതേ കേസിൽ MLA ഉൾപ്പെടെ 14 പേർക്കെതിരെ കേസെടുത്താണ് പുതിയ വിവാദം സൃഷ്ടിച്ചത്. കർണാടക തെരഞ്ഞെടുപ്പ് നാളെ നടക്കാനിരിക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ വ്യാപക ആക്ഷേപം ഉയരുകയാണ്.
മെയ് 8-ന് കർണാടകയിലെ രാജരാജേശ്വരി മണ്ഡലത്തിൽ നിന്നും 10,000-ഓളം വ്യാജ ID കാർഡ് പിടികൂടിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതേ ദിവസം രാത്രി തന്നെ വാർത്താസമ്മേളനം നടത്തി അറിയിച്ചിരുന്നു. കോൺഗ്രസിന്റെ രാജരാജേശ്വരി MLA മുനിരത്നയുടെ സുഹൃത്തിന്റെ ഫ്ളാറ്റിൽ നിന്നായിരുന്നു ID കാർഡുകൾ പിടികൂടിയത്. ഇതിനെ തുടർന്ന് BJP കോൺഗ്രസിനെതിരായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വ്യാജ ID കാർഡ് പിടികൂടിയ സംഭവം ഉപയോഗിച്ചിരുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സഞ്ജീവ് കുമാർ വീണ്ടും വാർത്താസമ്മേളനം നടത്തിയപ്പോൾ പിടിച്ചെടുത്ത കാർഡുകൾ വ്യാജമല്ലെന്ന് പ്രസ്താവന നടത്തി. എന്നാൽ ഒടുവിൽ പിടിച്ചെടുത്തത് വ്യാജ കാർഡുകളല്ലെന്ന് കമ്മീഷൻ തന്നെ പറഞ്ഞ സംഭവത്തിൽ 14 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് MLA മുനിരത്ന ഉൾപ്പെടെ 14 പേർക്കെതിരെ കേസെടുത്തത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ ദിവസം മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ വലിയ ആക്ഷേപം ഉയർന്നിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ OP റാവത്ത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും മുൻപേ BJP IT സെൽ തലവൻ അമിത് മാളവ്യ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത് വലിയ വിവാദമായിരുന്നു. ഇതിനു പിന്നാലെയാണ് BJP തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബന്ധം വെളിവാക്കുന്ന പുതിയ സംഭവവികാസം അരങ്ങേറിയത്. BJP നേതാവ് ശ്രീരാമുലു കോഴ വിവാദത്തിൽപ്പെട്ടതിന് പിന്നാലെയാണ് കേസെന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. വിവരാവകാശ കമ്മീഷനിലെ പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. KL വിവേകാനന്ദൻ, PR ശ്രീലത, KV സുധാകരൻ, S സോമനാഥൻ പിള്ള എന്നിവർ സൗഗൗരവമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിൻസെന്റ് M പോൾ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിവരാവകാശ കമ്മീഷൻ ആസ്ഥാനത്തായിരുന്നു ചടങ്ങ്. കഴിഞ്ഞ ദിവസമാണ് പുതിയ അംഗങ്ങളെ നിയമിക്കാനുള്ള സർക്കാർ ശുപാർശ ഗവർണർ ജസ്റ്റിസ് P സദാശിവം അംഗീകരിച്ചത്. ഉന്നാവോ ബലാത്സംഗ കേസിൽ BJP MLAക്കെതിരെ മാനഭംഗ കുറ്റം നിലനിൽക്കുമെന്ന് CBI. കുൽദീപ് സിംഗ് സെങ്കാർ തന്റെ വീട്ടിൽ വെച്ച് പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നും പ്രതികളെ രക്ഷിക്കാൻ പോലീസ് തെളിവെടുപ്പ് വൈകിപ്പിച്ചുവെന്നും CBI റിപ്പോർട്ടിൽ പറയുന്നു. മണ്ടൻ പരാമർശങ്ങളിലൂടെ ശ്രദ്ധ നേടി വീണ്ടും ത്രിപുര മുഖ്യമന്ത്രി. ബ്രിട്ടീഷുകാരോടുള്ള പ്രതിഷേധ സൂചകമായി ടാഗോർ തനിക്ക് ലഭിച്ച നോബൽ പുരസ്കാരം തിരിച്ചു നൽകിയെന്ന് ബിപ്ലവ് കുമാർ പറഞ്ഞു. ഉദയ്പൂരിൽ രവീന്ദ്ര ജയന്തി ആഘോഷത്തിനിടെയായിരുന്നു ബിപ്ലവിന്റെ പുതിയ പരാമർശം. ത്രിപുര മുഖ്യമന്ത്രി ബിപ്ലവ് ദേവ് കുമാറിന്റെ ഇത്തവണത്തെ പരാമർശം രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ചാണ്. ബ്രിട്ടീഷുകാരോടുള്ള പ്രതിഷേധ സൂചകമായി ടാഗോർ തനിക്ക് ലഭിച്ച നൊബേൽ പുരസ്കാരം തിരിച്ചു നൽകിയെന്നാണ് ബിപ്ലവ് കുമാർ പറയുന്നത്. ഉദയ്പൂരിൽ രവീന്ദ്ര ജയന്തി ആഘോഷത്തിൽ വെച്ചായിരുന്നു ബിപ്ലവിന്റെ ഈ പരാമർശം. রবীন্দ্রনাথ ঠাকুর শুধু নোবেল পুরস্কার যে দেওয়া হচ্ছিল তৎকালীন ইংরেজ সরকারের বিরোধিতা করে তা বর্জন করেছেন সেই ব্যক্তিত্বই একমাত্র নয়, তার সঙ্গে সঙ্গে গীতাঞ্জলি তাকে বিশ্ব শ্রেষ্ঠ পুরস্কৃত করেছে বটে, কিন্তু গীতাঞ্জলির পুরস্কারে রবীন্দ্রনাথ ঠাকুরকে বেঁধে রাখার মতো কোনো বাদ তৈরি হচ্ছে. മുൻപ് പലതവണ മണ്ടൻ പരാമർശങ്ങളിലൂടെ ബിപ്ലവ് കുമാർ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. മഹാഭാരതകാലം മുതൽ ഇന്ത്യയിൽ ഇന്റർനെറ്റ് ഉണ്ടായിരുന്നുവെന്നും സിവിൽ എഞ്ചിനീയർമാരാണ് സിവിൽ സർവീസ് എഴുതേണ്ടത് എന്നൊക്കെ വാദിച്ച ബിപ്ലവ് മുൻ ലോകസുന്ദരിയായിരുന്ന ഡയാന ഹൈഡനെയും വെറുതെ വിട്ടില്ല. തനിക്ക് സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച ത്രിപുര മുഖ്യമന്ത്രിക്ക് ഡയാന ഹൈഡൻ ചുട്ട മറുപടിയും നൽകിയിരുന്നു. ബിപ്ലവ് കുമാറിന്റെ ഈ പരാമർശങ്ങൾക്കെതിരെ നവമാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്. വിദേശ വനിതയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതികളെ രണ്ടാം ദിനവും സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നു. കേസിലെ പ്രധാന തെളിവുകളായ വസ്തുക്കൾ കണ്ടെത്തുന്നതിനായാണ് പോലീസിന്റെ ശ്രമം. പ്രധാന തെളിവുകളായ അടിവസ്ത്രം, ചെരുപ്പ് എന്നിവ സമീപത്തെ ആറ്റിലേക്ക് എറിഞ്ഞുവെന്നാണ് പ്രതികളിൽ ഒരാളായ ഉദയൻ നൽകിയ മൊഴി. കഴിഞ്ഞ ദിവസം കൃത്യമായ സ്ഥലസൂചന നൽകാത്തതിനാൽ ഇന്നലെ മുങ്ങൽ വിദഗ്ധർ ആറിലെ പല ഭാഗങ്ങളിലും തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ഈ സാഹചര്യത്തിലാണ് പ്രതികളെ വീണ്ടും എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. മുൻ ATS ചീഫും അഡീഷണൽ ഡയറക്ടർ ഓഫ് പോലീസുമായിരുന്ന ഹിമാൻഷു റോയ് ആത്മഹത്യ ചെയ്തു. തന്റെ സർവീസ് റിവോൾവർ ഉപയോഗിച്ച് വീട്ടിൽ വെച്ച് വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ക്യാൻസർ രോഗത്തെ തുടർന്ന് 2 വർഷമായി ചികിത്സയിലായിരുന്നു. IPL വാതുവയ്പ് കേസിലെ ചുമതല ഇദ്ദേഹത്തിനായിരുന്നു. ബോളിവുഡ് നടി ശ്രീദേവിയുടെ മരണത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്ന സംവിധായകൻ സുനിൽ സിംഗിന്റെ ഹർജി സുപ്രീംകോടതി നിരസിച്ചു. കഴിഞ്ഞ ഫെബ്രുവരി 24-നാണ് ദുബായിലെ ഹോട്ടലിൽ ശ്രീദേവി മരണപ്പെടുന്നത്. അന്വേഷണത്തിൽ മുങ്ങി മരണമാണെന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷേ ദുരൂഹതകളില്ലെന്ന് ദുബായ് പോലീസ് വ്യക്തമാക്കി. ശ്രീദേവിയുടെ പേരിൽ ഒമാനിൽ 240 കോടിയുടെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നുവെന്നും ഈ തുക UAE-യിൽ വെച്ച് മരണപ്പെട്ടാൽ മാത്രമേ ലഭിക്കുമായിരുന്നുള്ളൂ എന്നും ചൂണ്ടിക്കാട്ടിയാണ് വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജിക്കാരൻ കോടതിയെ സമീപിച്ചത്. അന്വേഷണ കാര്യത്തിൽ തങ്ങൾക്ക് ഇടപെടാനാകില്ലെന്ന് പറഞ്ഞാണ് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര സുനിൽ സിംഗിന്റെ ഹർജി നിരസിച്ചത്.
ദേശീയ അവാർഡ് രാഷ്ട്രപതി നൽകില്ലെന്ന് നേരത്തെ അറിയിക്കണമായിരുന്നുവെന്ന് മുകേഷ് MLA. അറിയാത്തത് പലർക്കും വിഷമമുണ്ടാക്കിയെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ വീഴ്ചയായി കരുതുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ച് ചെല്ലുമ്പോൾ അതല്ല എന്ന് പറയുമ്പോൾ നാച്ചുറലി ഒരു വിഷമം വരും. അപ്പോൾ ആ വിഷമം ആണ് പ്രകടിപ്പിച്ചത് അവിടെ. അല്ലാതെ ഇപ്പോൾ കേരളത്തിൻ്റെ മാത്രമായിട്ടുള്ള ആൾക്കാരല്ല, എല്ലാവരെയും അത് ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ പ്രസിഡന്റ് തന്നെ എന്തെങ്കിലും തരത്തിൽ 1 മണിക്കൂർ പ്രോട്ടോകോൾ അനുസരിച്ച് 1 മണിക്കൂറേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മൾ അപ്പം തന്നെ പ്രസിഡന്റിന് അങ്ങനെ ഒരു അസൗകര്യമുണ്ട്, തീർന്നു. പ്രസിഡന്റിൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ പറഞ്ഞില്ലേ. അപ്പോൾ ആ വീഴ്ച ഒരു വലിയ വീഴ്ച തന്നെയാണ്, വീഴ്ച പറ്റിയത് തന്നെയാണ്. കാര്യം അതിപ്പോൾ ഏപ്രിലിൽ പറഞ്ഞതാണ്, നമ്മൾ അറിയിപ്പിച്ചില്ല എന്നുള്ളതാണ്. അത് അറിയിപ്പിക്കേണ്ടതാണ്, അതൊക്കെ വലിയ കാര്യങ്ങളാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അവർക്കൊരു വിഷമം വന്നു. എന്നിട്ടും സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ തെറ്റൊന്നുമല്ല, സ്വീകരിക്കാതിരിക്കുന്നതും ന്യായമുണ്ട്. വരാപ്പുഴ കസ്റ്റഡി മരണത്തിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. അന്വേഷണം കാര്യക്ഷമമായി പുരോഗമിക്കുകയാണെന്നും CI, SI എന്നിവർ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തതായും സർക്കാർ കോടതിയെ അറിയിച്ചു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഈ മാസം 22-ലേക്ക് മാറ്റി. ഇതിനിടെ വരാപ്പുഴ സംഭവത്തിൽ പറവൂർ മജിസ്ട്രേറ്റിന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് ഹൈക്കോടതി രജിസ്ട്രാറുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. അതേസമയം SI ദീപകിന്റെ ജാമ്യ ഹർജി ഈ മാസം 18-ലേക്ക് മാറ്റി. ശ്രീജിത്തിന്റെ ഭാര്യ അഖില സമർപ്പിച്ച ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. ഹർജിയിൽ വാദത്തിനിടെ സംസ്ഥാന സർക്കാർ നിലപാടറിയിക്കുകയായിരുന്നു. അന്വേഷണം കാര്യക്ഷമമായി പുരോഗമിക്കുകയാണെന്നും പ്രതികളെ അറസ്റ്റ് ചെയ്തതായും സർക്കാർ കോടതിയെ അറിയിച്ചു. CI, SI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ പ്രതികളാക്കി. പ്രതികളെയെല്ലാം ഇതിനകം അറസ്റ്റ് ചെയ്തു. IG നേരിട്ട് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നുവെന്നും ഈ സാഹചര്യത്തിൽ മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം ആവശ്യമില്ലെന്നും സർക്കാർ അഭിഭാഷകൻ വാദത്തിനിടെ വ്യക്തമാക്കി. കേസിൽ കക്ഷി ചേരാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് BJP നേതാവ് AN രാധാകൃഷ്ണൻ സമർപ്പിച്ച ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്നും സർക്കാർ വ്യക്തമാക്കി. ഹർജികൾ ഈ മാസം 22-ന് വീണ്ടും പരിഗണിക്കും. ഇതിനിടെ വരാപ്പുഴ സംഭവത്തിൽ മജിസ്ട്രേറ്റിന് വീഴ്ച പറ്റി എന്ന പോലീസിന്റെ പരാതി അടിസ്ഥാനരഹിതമാണെന്ന് ഹൈക്കോടതി രജിസ്ട്രാറുടെ അന്വേഷണത്തിൽ വ്യക്തമായി. പ്രതികളെ ഹാജരാക്കിയിട്ടും മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തില്ലെന്ന പരാതി അടിസ്ഥാനരഹിതമാണെന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. പോലീസ് മജിസ്ട്രേറ്റ് മുന്നിൽ ശ്രീജിത്തിനെ ഹാജരാക്കിയിട്ടില്ല. മജിസ്ട്രേറ്റിനെ ഫോണിൽ വിളിക്കുക മാത്രമാണ് ചെയ്തത്. മജിസ്ട്രേറ്റ് കാണാൻ വിസമ്മതിച്ചു എന്ന വാദം അടിസ്ഥാനരഹിതമാണെന്നും റിപ്പോർട്ടിലുണ്ട്. പരാതി ഉയർന്നതിനു പിന്നാലെ പറവൂർ മജിസ്ട്രേറ്റിനെ ഹൈക്കോടതി ഞാറക്കലിലേക്ക് മാറ്റിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ജസ്റ്റിസ് KM ജോസഫിനെ വീണ്ടും ശുപാർശ ചെയ്യാൻ കൊളീജിയത്തിന്റെ തീരുമാനം. ബുധനാഴ്ച യോഗം ചേർന്ന് അന്തിമ തീരുമാനം കൈക്കൊള്ളും. കൂടുതൽ വിവരങ്ങളുമായി ഹരീഷ് ചേർന്നു. ഹരീഷ്, കേന്ദ്ര സർക്കാരുമായുള്ള ജഡ്ജിമാരുടെ ഭിന്നത തുടരുന്നതിനിടയിലായിരുന്നു കൊളീജിയം യോഗം ചേർന്നത്. ജസ്റ്റിസ് KM ജോസഫിന്റെ നിയമനക്കാര്യവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയായത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? KM ജോസഫിന്റെ പേര് കൊളീജിയം വീണ്ടും ശുപാർശ ചെയ്യുമെന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. കൊളീജിയം യോഗത്തിൽ തത്വത്തിൽ തീരുമാനമായിരിക്കുന്നു. ഈ ബുധനാഴ്ച കൊളീജിയം വീണ്ടും യോഗം ചേരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. 16-ാം തീയതിയായ ബുധനാഴ്ച രണ്ടാമത് കൊളീജിയം യോഗം ചേരുന്നത്. രാജസ്ഥാൻ, പശ്ചിമ ബംഗാൾ, തെലങ്കാന എന്നീ ഹൈക്കോടതികളിലെ ജസ്റ്റിസുമാരെ പരിഗണിക്കേണ്ട സാഹചര്യമുണ്ട്. അവിടേക്ക് പുതിയ ജസ്റ്റിസുമാരെ വരേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ പട്ടികയുടെ കൂടെ തന്നെ KM ജോസഫിന്റെ പേരും പരിഗണിക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ കൊളീജിയം തീരുമാനിച്ചിരുന്നത്. എങ്ങനെയാണ് കൊളീജിയം യോഗത്തിൽ തത്വത്തിൽ തീരുമാനമായിരിക്കുന്നത്? ഒരു തീരുമാനമാണ് രാജസ്ഥാനും, പശ്ചിമ ബംഗാൾ, തെലങ്കാന എന്നീ സംസ്ഥാന ഹൈക്കോടതിയിലേക്ക് ജസ്റ്റിസുമാരെ തീരുമാനിക്കണം. അതുകൊണ്ട് തന്നെ ആ പട്ടികയിൽ തന്നെ KM ജോസഫിന്റെ പേരും ഉൾപ്പെടുത്താം എന്നൊരു തീരുമാനത്തിലാണ് കൊളീജിയം എത്തിയിരിക്കുന്നത്. ഈ കൊളീജിയം ഈ കാര്യവുമായി ബന്ധപ്പെട്ട് തന്നെ ഈ അടുത്ത് വരുന്ന ബുധനാഴ്ച 16-ാം തീയതി യോഗം ചേരുന്നുണ്ട്. കഴിഞ്ഞ മെയ് 2-ാം തീയതി കൊളീജിയം യോഗം ചേരുന്നത്. അത് കേന്ദ്രത്തിന്റെ ഭിന്ന നിൽക്കുന്ന സമയത്തായിരുന്നു കഴിഞ്ഞ 2-ാം തീയതി യോഗം ചേർന്നത്. അന്നൊരു തീരുമാനം കൈക്കൊണ്ടിരുന്നില്ല. അത് പിന്നെ ഒരു കൊളീജിയം വിളിക്കാം എന്നൊരു തീരുമാനത്തിലാണ് എത്തിയത്. അതിന്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ചലമേശ്വർ പറഞ്ഞ ചീഫ് ജസ്റ്റിസിന് കത്തയച്ചു. അതുപോലെ തന്നെ രഞ്ജൻ ഗൊഗോയ്, മദൻ P ലോക്കൂർ, കുര്യൻ ജോസഫ് എന്നിവരെല്ലാം തന്നെ കൊളീജിയത്തിൽ പെട്ടെന്ന് ഉടൻ തന്നെ കൊളീജിയം വിളിക്കണമെന്നും അതുപോലെ തന്നെ ഈ അദ്ദേഹത്തിന്റെ പേര് ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ KM ജോസഫിന്റെ പേര് വീണ്ടും ശുപാർശ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് ചീഫ് ജസ്റ്റിസിനെ കണ്ടിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായി തന്നെ കൊളീജിയം വിളിച്ചെടുത്തത്. അപ്പൊ ഇതിന്റെ ഭാഗമായി തന്നെ KM ജോസഫിനെ വീണ്ടും ശുപാർശ ചെയ്യുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് KM ജോസഫിന്റെ പേര് വീണ്ടും അയക്കാൻ തത്വത്തിൽ ധാരണയായിരിക്കുന്നു. നിലവിൽ 16-ാം തീയതി വിളിക്കുന്ന കൊളീജിയം യോഗത്തിൽ രാജസ്ഥാനിലെയും പശ്ചിമ ബംഗാൾ, തെലങ്കാന എന്നിങ്ങനെ സംസ്ഥാനങ്ങളിലെ ഈ പറയുന്ന ഹൈക്കോടതി ജസ്റ്റിസുമാരുടെ പേര് തെരഞ്ഞെടുക്കും. ആ പട്ടികയുടെ കൂടെ തന്നെ ഇദ്ദേഹത്തിന്റെ പേരും വിളിച്ചയക്കാനാണ് തീരുമാനമായിരിക്കുന്നത്. മറ്റൊരു പേര് കൂടി കൊളീജിയം നിർദ്ദേശിച്ചേക്കും എന്ന രീതിയിലുള്ള വാർത്തകൾ കൂടി പുറത്തേക്ക് വരുന്നു. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്?
നിലവിൽ ഈ പറഞ്ഞ കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് വ്യക്തമാക്കിയിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കേരളത്തിൽ നിന്ന് നിലവിൽ കുര്യൻ ജോസഫ് മന്ത്രി ജസ്റ്റിസ് ആയിരിക്കുന്ന സമയത്ത് കൊണ്ട് തന്നെ നിലവിൽ കെ.എം. ജോസഫിനെ പരിഗണിക്കേണ്ട സാഹചര്യമില്ലെന്നല്ല കേന്ദ്രത്തിന്റെ ന്യായീകരണം. എന്നാൽ അതിനെതിരെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. കാരണം കെ.എം. ജോസഫ് ഇത്രയും മുതിർന്ന ജസ്റ്റിസാണ്, അദ്ദേഹത്തിനെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് അന്ന് ഈ പറഞ്ഞ ഇന്ദു മൽഹോത്രയോടൊപ്പം തന്നെ കെ.എം. ജോസഫിന്റെ പേരും കേന്ദ്രത്തിലേക്ക് അയച്ചിരുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇപ്പൊ രണ്ടാമത് അത് തിരിച്ചയച്ച കേന്ദ്ര നടപടിക്ക് കനത്ത പ്രതിഷേധം ജഡ്ജിമാരുടെ ഇടയിലും ജസ്റ്റിസുമാരുടെ ഇടയിൽ തന്നെ അതുപോലെ തന്നെ അഭിഭാഷകരുടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായി തന്നെയാണ് പെട്ടെന്ന് ഒരു കൊളീജിയം വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായി തന്നെ കൊളീജിയം ഈ പറഞ്ഞ കെ.എം. ജോസഫിന്റെ പേര് രണ്ടാമത് ശുപാർശ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട്. സുപ്രീം കോടതിക്ക് ഉയർത്തേണ്ട മറ്റ് ഹൈക്കോടതി ജഡ്ജിമാരുടെ പേരും ചർച്ചയായിട്ടുണ്ട്. ആ പേരായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാജസ്ഥാൻ, പശ്ചിമബംഗാൾ, തെലങ്കാന. അപ്പൊ അതെല്ലാം തന്നെ തീരുമാനമായിരിക്കുന്നത് ബുധനാഴ്ച നടക്കുന്ന യോഗത്തിൽ തീരുമാനമാവും. അതിൽ തന്നെ എല്ലാവരുടെയും പേര് ഒരുമിച്ച് അയക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ കെ.എം. ജോസഫിന്റെ പേര് രണ്ടാമതും ഇപ്പോൾ കൊളീജിയം ശുപാർശ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കേന്ദ്രത്തിന് തള്ളാൻ വേണ്ടി സാധിക്കുകയില്ല. നിലവിലെ സാഹചര്യത്തിൽ ഇന്ദു മൽഹോത്രയുടെ പേരും അതുപോലെ തന്നെ കെ.എം. ജോസഫിന്റെ പേരും കഴിഞ്ഞ ജനുവരി മാസം അയച്ച് 3 മാസത്തിന് ശേഷമാണ് കേന്ദ്രം പരിഗണിച്ചത്. അപ്പോൾ അതിൽ ഇന്ദു മൽഹോത്രയെ മാത്രം പരിഗണിക്കുന്നു, കെ.എം. ജോസഫിന്റെ പേര് തള്ളുന്നു. അതിന് പല ന്യായീകരണങ്ങളും കേന്ദ്രം പറയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇങ്ങനെയൊരു സാഹചര്യം നിൽക്കുന്ന സാഹചര്യം രണ്ടാമതും ഈ പറയുന്ന കെ.എം. ജോസഫിന്റെ പേര് ശുപാർശ ചെയ്യാൻ വേണ്ടി കൊളീജിയം തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഒരുപക്ഷെ ഇനി എന്തായാലും കൊളീജിയം ഈ പറഞ്ഞ രണ്ടാമതും പേര് ശുപാർശ ചെയ്തതോടെ എന്തായാലും ഇനി അത് തള്ളാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുകയില്ല. ഒരു പക്ഷേ കഴിഞ്ഞ ചെയ്തതുപോലെ തന്നെ ഇവരെ 3-4 മാസം നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും എന്നൊരവസ്ഥ നിലവിലുണ്ട്. എന്തായാലും കൊളീജിയം എന്തായാലും കെ.എം. ജോസഫിന്റെ പേര് വീണ്ടും ശുപാർശ ചെയ്തിരിക്കുകയാണ്. രേഷ്മ. ശരി ഹരീഷ്. ജസ്റ്റിസ് കെ.എം. ജോസഫിനെ വീണ്ടും ശുപാർശ ചെയ്യാൻ കൊളീജിയത്തിന്റെ തീരുമാനം. ബുധനാഴ്ച യോഗം ചേർന്ന് അന്തിമ തീരുമാനം കൈക്കൊള്ളും. വിവരങ്ങളാണ് ഹരീഷ് നൽകിയത്. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ സജി ചെറിയാൻ ഉൾപ്പെടെ 3 മുന്നണി സ്ഥാനാർത്ഥികളുടെയും നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥി സേലം പത്മരാജന്റെ പത്രിക തള്ളി. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിലെ നിലപാട് തീരുമാനിക്കാൻ കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കോട്ടയത്ത് ചേരും. അതേസമയം ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ തീരുമാനം ഏകാഭിപ്രായത്തോടുകൂടിയായിരിക്കുമെന്നും ഇതുവരെ ഉയർന്ന എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. കാലിത്തീറ്റ കുംഭകോണ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ബീഹാർ മുൻ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവിന് ജാമ്യം അനുവദിച്ചു. കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടിയാണ് പാട്ന ഹൈക്കോടതി 6ാമത്തെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. മകൻ തേജ് പ്രതാപ് യാദവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് ലാലു പ്രസാദ് യാദവിന് കഴിഞ്ഞ ദിവസം കോടതി 5 ദിവസത്തെ പരോൾ അനുവദിച്ചിരുന്നു. കാലിത്തീറ്റ കുംഭകോണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 6 കേസുകളിൽ 4 കേസിൽ മാത്രമേ ഇപ്പോൾ കോടതി വിധി പറഞ്ഞിട്ടുള്ളൂ. അതിനാൽ 4ലും ലാലു കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. കേരള പോലീസ് അസോസിയേഷൻ 34ാം സംസ്ഥാന സമ്മേളനത്തിന് വടകരയിൽ തുടക്കമായി. പതാക ഉയർത്തലിനും രക്തസാക്ഷി അനുസ്മരണത്തിനും ശേഷം യാത്രയയപ്പ് സമ്മേളനത്തോടെയാണ് 3 ദിവസത്തെ സമ്മേളന നടപടികൾ ആരംഭിച്ചത്. മന്ത്രി എ.കെ. ശശീന്ദ്രൻ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മാറുന്ന കേരളം, മാറേണ്ട പോലീസ് എന്ന വിഷയത്തിൽ ഇന്ന് സെമിനാർ നടക്കും. ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം യു.എ. ഖാദർ ഉദ്ഘാടനം ചെയ്യും. പ്രതിനിധി സമ്മേളനം ഞായറാഴ്ച രാവിലെ മന്ത്രി കെ. ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി ടി.പി. രാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. വൈകിട്ട് ചേരുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക. DGP ലോക്നാഥ് ബെഹ്റയും സമ്മേളനത്തിൽ പങ്കെടുക്കും. കുട്ടികളുടെ ചലച്ചിത്രമേളയ്ക്ക് മെയ് 14-ന് തുടക്കം. സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ചലച്ചിത്ര അക്കാദമിയും ചലച്ചിത്ര വികസന കോർപ്പറേഷനും ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായാണ് ചലച്ചിത്രമേള സംഘടിപ്പിക്കുന്നത്. 140ഓളം ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. 5 തിയേറ്ററുകളിലായി ദിവസേന 4 പ്രദർശനങ്ങൾ നടക്കും. കുട്ടികളും മാതാപിതാക്കളും അടക്കം 4000 പേരാണ് മേളയുടെ ഭാഗമാകുന്നതെന്ന് മേളയുടെ സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 150 രൂപയാണ് ഡെലിഗേറ്റ് പാസ്. മേളയോടനുബന്ധിച്ച് ഓപ്പൺ ഫോറവും നടക്കും. അഫ്ഗാനിസ്ഥാനിൽ നിന്നും തട്ടിക്കൊണ്ടുപോയവരിൽ മലയാളികളുണ്ടെന്ന സൂചന. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, വിശദാംശങ്ങൾ. അഫ്ഗാനിസ്ഥാനിൽ ഭീകരർ തട്ടിക്കൊണ്ടുപോയ 7 ഇന്ത്യൻ എഞ്ചിനീയർമാരിൽ മാവേലിക്കര സ്വദേശിയും ഉണ്ട് എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അവർക്കും ഇത്തരത്തിലൊരു സൂചന ലഭിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണം ലഭിക്കാത്ത
ലഭിക്കാത്തതിന്റെ പേരിൽ ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറയാൻ കഴിയില്ല. പക്ഷേ മാവേലിക്കര സ്വദേശിയാണ് ഇദ്ദേഹം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ശ്രീലങ്കയിലായിരുന്നു ഇദ്ദേഹം. അതിനുശേഷമാണ് 3 മാസം മുൻപ് ഇദ്ദേഹം അഫ്ഗാനിസ്ഥാനിലെത്തിയത്. ഭൂട്ടാൻ, നേപ്പാൾ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള ഇദ്ദേഹം 5 വർഷം മുൻപ് വരെ മിക്ക സംസ്ഥാനങ്ങളിൽ ജോലിയിലിരുന്നിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ വടക്കൻ ബംഗ്ലാനിൽ സർക്കാർ വൈദ്യുത പ്ലാന്റിന്റെ അറ്റകുറ്റപ്പണികൾക്കായി പോകുന്നതിനിടയിലാണ് ഇദ്ദേഹം ഉൾപ്പെടെയുള്ളവർ സഞ്ചരിച്ചിരുന്ന മിനി ബസ് ഭീകരർ തോക്ക് ചൂണ്ടി ഇവരെ തട്ടിക്കൊണ്ടുപോയത്. ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നതോടുകൂടി ഇതിനെക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണാധികാരിയും അതുമായി ബന്ധപ്പെട്ടുള്ളവരും പറയുന്നത്. പക്ഷേ ബന്ധുക്കൾക്ക് ഇത്തരത്തിലൊരു സൂചന ലഭിച്ചതായാണ് നമുക്ക് സൂചന. ഇതിന്റെ സ്ഥിരീകരണത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പൂർണ്ണമായിട്ടുള്ള ഒരു സ്ഥിരീകരണം നമുക്ക് ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഭീകരർ തട്ടിക്കൊണ്ടുപോയ ഇന്ത്യൻ സംഘത്തിൽ മലയാളിയും ഉണ്ടെന്ന സൂചന. വിവരങ്ങളാണ് ഷാജഹാൻ നൽകിയത്.